ഹായ്, ഞാൻ ഷീല. ഇന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ്. ഇപ്പം ഈ പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് 1.5 മുതൽ 2 മീറ്റർ വരെ എടുക്കാം. അപ്പോൾ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ തുണിയുടെ അളവ് എടുക്കുന്നത്. പിന്നെ ഇതുവരെ നമ്മൾ കട്ട് ചെയ്തത് 4ആയിട്ട് മടക്കിയിട്ടായിരുന്നല്ലോ. ഈ പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ 2ആയിട്ട് മടക്കാവും. ഇങ്ങനെ 2ആയിട്ട് മടക്കാവും. മടക്കിയിട്ടിട്ട് ആദ്യം ഫ്രണ്ട് പീസ് വെട്ടണം, പിന്നെ ബാക്ക് പീസ് വെട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ മുകളിൽ എലാസ്റ്റിക് ഇടാൻ 2 ഇഞ്ച്, താഴെ മടക്കി തയ്ക്കാനായിട്ട് കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കാനായിട്ട് 3 ഇഞ്ച്, അങ്ങനെ മൊത്തത്തിൽ 5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഇറക്കത്തിലൂടെ 5 ഇഞ്ച് കൂടെ. ഇതിന് അധികം ലെന്ത് കൂടെ ഇറക്കം എടുക്കത്തില്ല. അതായത് നമ്മുടെ കാലിൻ്റെ ആംഗിൾ റൗണ്ടിൻ്റെ ആ ഭാഗത്ത് വരെയുള്ള ഇറക്കം എടുക്കുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇറക്കം എടുക്കുക, അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഓക്കെ, എനിക്കിവിടെ വേണ്ടുന്ന ഇറക്കം 33 എനിക്ക് വേണ്ടുന്ന ഇറക്കം 33ൻ്റെ കൂടെ 5 ഇഞ്ച് കൂടെ കൂട്ടുന്നു. അപ്പം 33 5 38, മൊത്തം 38. രണ്ടായിട്ട് മടക്കിയിട്ടിരുന്നു കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം മടക്ക് ഭാഗം നമ്മുടെ സൈഡിൽ ഇരിക്കുക. ഈ തുണി അങ്ങ് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തതിന് ശേഷം ലെവൽ ചെയ്ത എന്നിട്ട് 2 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക് ഇടാൻ ഞാൻ പറഞ്ഞല്ലോ. കറക്റ്റ് 2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അവിടുന്ന് താഴോട്ടുള്ള ഇറക്കം എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടുന്ന ഇറക്കം 33. ഇപ്പം നമ്മൾ 38 എടുത്തതിൽ 2 ഇഞ്ച് ഇവിടെ പോയി. ഇനി നമുക്ക് കറക്റ്റ് ഇറക്കം വേണ്ടത് 33 എടുത്ത് പിന്നെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നതിന് അടിയിൽ മടക്കി തയ്ക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ 33 മാർക്ക് ചെയ്യാം. എന്നിട്ട് 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക, കാലിൻ്റെ ഭാഗത്ത് മടക്കി തയ്ക്കാനായിട്ട്. ഇത്ര മനസ്സിലായല്ലോ. അപ്പം നമുക്ക് വേണ്ടുന്ന ഇറക്കത്തോടുകൂടി 5 ഇഞ്ച് കൂടെ കൂട്ടി മുകളിൽ 2 ഇഞ്ച് എലാസ്റ്റിക് ഇടാൻ, താഴെ അടിഭാഗം കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കാൻ 3 ഇഞ്ച്. ഇത്രയാണ് നമ്മുടെ ഇറക്കം. എനിക്ക് വേണ്ടത് 33 ഇഞ്ച്. അപ്പം ഇത്ര മനസ്സിലായല്ലോ. അപ്പം ഇത് നമുക്ക് കഴിഞ്ഞു. അതിന് നമുക്ക് കാണേണ്ടത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് നോക്കണം. എനിക്കിവിടെ വന്നേക്കുന്ന ഹിപ്പ് റൗണ്ട് 40. ഹിപ്പ് റൗണ്ട് 40 വന്നപ്പോൾ 40ൻ്റെ 4/1 10 ഇഞ്ച്. 10 ഇഞ്ച് എടുത്തിട്ട് 2 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടണം. അപ്പോൾ 12 ഇഞ്ച് കേട്ടോ. ഓക്കെ, 10 ഇഞ്ച് എടുത്തിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 + 2, അപ്പോൾ 12 ഇഞ്ച്. ആ 12ൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഈ 2 ഇഞ്ച് ഞാൻ എടുക്കുന്ന കൂട്ട് ലൂസിന് വേണ്ടി ഈ 2 ഇഞ്ച് 12ൻ്റെ കൂടെ കിട്ടി. 12ൻ്റെ കൂടെ 2 കൂടെ കൂട്ടും, അത് ക്രോച്ചിൽ എന്തെന്ന് പറയും. കിട്ടിയ 12ൻ്റെ കൂടെ 2 കൂടെ എടുക്കുമ്പോൾ 14 മാർക്ക് ചെയ്യാം. അത് ക്രോച്ചിലെന്ത് കേട്ടോ. ഇവിടെ നമുക്ക് 12 കിട്ടിയേ. ഈ ആ 12 ഇവിടെയും ഉണ്ടോ എന്ന് നോക്കണം, ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ട് എനിക്ക് വന്നേക്കുന്നത് 40ൻ്റെ 4/1 10. 10ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയപ്പോൾ 12. 12ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി ക്രോച്ച് ലെന്ത് എടുത്ത് നമുക്ക് ആ ഹിപ്പ് റൗണ്ട് കിട്ടിയ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് കൂട്ടിയപ്പോൾ 14 കിട്ടി. ആ 14ൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് 12 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമുക്ക് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഈ കോർണറിൻ്റെ അവിടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയിടും. 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നതിന്
ഈ ഇവിടെ നമുക്ക് ഷേപ്പ് എടുക്കാൻ വേണ്ടി ക്രോച്ച് ലെന്തിൻ്റെ ഇവിടെ നമുക്ക് ക്രോച്ച് ഏരിയ പിടുത്തം കിട്ടാൻ വേണ്ടിയാണ്, പിടുത്തമില്ലാതിരിക്കാൻ വേണ്ടിയാണ് 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. ഇത് 2 ഇഞ്ച് എടുക്കാം, 2.5 എടുക്കാം, 3 എടുക്കാം. ഞാനിവിടെ 2 എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ചെയ്യാം. മനസ്സിലായല്ലോ? അത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കിട്ടിയതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ മൊത്തം 15 ഇഞ്ച് കിട്ടി. നമുക്ക് 12 ഇവിടെ കിട്ടി. പിന്നെ നമുക്കിവിടെ 2 കൂട്ടിയെടുത്തപ്പം 14 കിട്ടി അല്ലേ? 14 കിട്ടി. 14ൻ്റെ പകുതി മാർക്ക് ചെയ്യണം, 7 ഇഞ്ച്. ഈ കിട്ടിയ പകുതി എടുത്ത് മാർക്ക് ചെയ്യണം, 7 ഇഞ്ച് കിട്ടും അല്ലേ? 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഉണ്ടാ നമുക്ക് അതായത് ഈ ക്രോച്ചിൻ്റെ അവിടുത്തെ നമുക്ക് 12 ഇവിടെ കിട്ടിയേക്കുന്നത്. ആ 12ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പം ഇവിടെ ലൂസ് കൂട്ടിയപ്പം 14. 14ൻ്റെ നേർപകുതി 7. അപ്പം ആ 7 ഇവിടെ എടുക്കണം. 7 എടുത്തിട്ട് ഇങ്ങോട്ട് നമുക്ക് ലൈൻ ചെയ്യണം. ഇവിടെ നിന്ന് താഴോട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ കാലിൻ്റെ വണ്ണം വന്നേക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പം 3.5 മൊത്തം 7 ഇഞ്ചാകുമ്പോൾ ഈ ലൈനിന് അങ്ങോട്ട് 3.5 ഇങ്ങോട്ട് 3.5. 3.5 മാർക്ക് ചെയ്യുക. ഇവിടെ 3.5. ഇത്ര മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് ഈ സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഷേപ്പ് എടുക്കണം. ഇവിടെ 3.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇതേപോലെ വരയ്ക്കണം. എന്നിട്ട് ഇപ്പുറത്തും അതേപോലെ കാലിൻ്റെ ഷേപ്പ് പോലെ നമുക്ക് വരച്ചെടുക്കണം. കണ്ടോ? എന്നിട്ട് ഇവിടെ നമുക്ക് മടക്കി തയ്ക്കാം. കണ്ടോ? ഇതേപോലെ 1 ഇഞ്ചിങ്ങനെ വിട്ടിട്ട് ഞാൻ ഷേപ്പ് എടുക്കും. ഇത് മടക്കി കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത്ര മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹിപ്പ് റൗണ്ട് തുണി 2ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. ഇറക്കം കിട്ടി ഇറക്കത്തിനോട് 5 ഇഞ്ച് കൂടെ കൂട്ടി 2 ഇഞ്ച് മുകളിൽ 2 ഇഞ്ച് 3 ഇഞ്ച് താഴെ കാല് മടക്കി തയ്ക്കാനായിട്ട്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 ഭാഗം. ഹിപ്പ് റൗണ്ട് വന്നേക്കുന്നത് 40. 40ൻ്റെ 4/1 10. 10 നമുക്ക് കിട്ടി. 2 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 12. ആ 12 2 കൂടെ കൂട്ടി ക്രോച്ച് ലെന്ത് കണ്ടുപിടിച്ചു. ക്രോച്ച് ലെന്ത് നമ്മളിവിടെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ലൂസ് ഈ കാലിൻ്റെ ഭാഗത്ത് ലൂസ് കൂട്ടാൻ വേണ്ടി. അപ്പം 14 കിട്ടി. ഈ 12 2 14 കിട്ടി. അപ്പോൾ ഈ 14 നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കണ്ടോ? സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ലെന്ത് ഇവിടം വരെ ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴോട്ട് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ ആ കാലിൻ്റെ നമ്മുടെ പാൻറ്റിൻ്റെ ഇവിടെ എന്നിട്ട് കാൽവണ്ണം കണ്ടു 7 ഇഞ്ചാണ് കാലിൻ്റെ അടി ലൂസ് വന്നേക്കുന്നത്. അപ്പോൾ 3.5 ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി ഇവിടുന്ന് 3.5 ഇട്ട് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു. പുറത്ത് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മുടെ മടക്ക് ഭാഗം ഇങ്ങോട്ട് ചരിച്ചെടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഇവിടെ കട്ട് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ നമുക്ക് മടക്ക് ഭാഗം അന്നേരം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ ഏരിയ ഷേപ്പിലെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റാം. കണ്ടോ?
കൂട്ടി ഇത് ഫ്രണ്ട് പീസാണ് എഴുതണം എഫ്. ഇനി നമുക്ക് എന്തായിരുന്നേ വേണ്ടേ ബാക്ക് വേണം. ഇത് ഈ തുണി തന്നെ വെച്ചിട്ട് ബാക്ക് വെട്ടണം. ബാക്ക് നമ്മൾ ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടങ്ങണം. ബാക്ക് അതേപോലെ തന്നെ രണ്ടായിട്ട് എടുത്ത് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. ഫ്രണ്ട് പീസ് എടുത്ത് മുകളിൽ വെച്ച് സൈഡ് ചേർത്ത് വെക്കണം കേട്ടോ. ഈ സൈഡ് ചേർത്തിരിക്കണം, നമ്മുടെ വശത്ത് ചേർത്തിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഈ ലെന്തിൽ ബാക്ക് ഫ്രണ്ടിനേക്കാളും 2 ഇഞ്ച് എലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് കൂട്ടിയെടുക്കണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ചുളുക്കില്ലാതെ മാറ്റിയതിന് ശേഷം ഇവിടെ ലെന്ത് 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അത് കട്ട് ചെയ്ത് മാറ്റാം. 2 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ 2 ഇഞ്ച് ഇറക്കം കൂട്ടി, ഇവിടെ നമുക്ക് കൂട്ടണ്ട, കറക്റ്റ് തന്നെ. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് 2 ഇഞ്ച് ബാഗ് ഇവിടെ കറക്റ്റ് തന്നെ കേട്ടോ. ഇവിടെ മാത്രം ഈ ക്രോസിൻ്റെ ഈ ഭാഗത്ത് 2 ഇഞ്ച് വെച്ച് കൂട്ടിയെടുക്കണം. മാർക്ക് ചെയ്യണം. വേണ്ട എല്ലാ ഭാഗത്തും ഈ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് 2 ഇഞ്ച് വെച്ച് കൂട്ടിയെടുക്കണം. കണ്ട, നമുക്കതങ്ങ് ജോയിൻ ചെയ്യാം. ആ ഭാഗത്ത് 2 ഇഞ്ച് എടുത്തു. ഇവിടെ നമുക്ക് കറക്റ്റ് തന്നെ ഇറക്കം കറക്റ്റ് തന്നെ കേട്ടോ. ഇതേപോലെ തന്നെ. അപ്പം ഫ്രണ്ടിനേക്കാളും ബാക്ക് 2 ഇഞ്ച് ഇറക്കത്തിൽ കൂട്ടുക. ഇവിടെ സൈഡിൽ ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് 2 ഇഞ്ച് കൂട്ടുക. എന്നിട്ട് അതേപോലെ നമ്മളിവിടെ ഷേപ്പ് ചെയ്തതുപോലെ ഷേപ്പിലും എടുക്കുക. ലെന്ത് കറക്റ്റായിട്ട്, അടിഭാഗത്തെ ലെന്ത് കറക്റ്റായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യും. മടക്ക് ഭാഗമാണല്ലോ. എന്നിട്ട് ഇത് അങ്ങ് ക്രോസിൻ്റെ ഭാഗം ഇത് നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കാലിൻ്റെ മടക്ക് ഭാഗം ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. അത് വെച്ചാൽ അത്രയും ഭാഗം നമുക്ക് മടക്കി പാകാമെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ കറക്റ്റ് ആക്കണം. ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് ഇവിടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ ഇതേപോലെ വെക്കണം. നമുക്ക് ഇവിടാണ് ഇറക്കം 2 ഇഞ്ച് കൂടുതൽ. ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്ത് ഈ ഭാഗത്ത് കറക്റ്റാക്കി എടുക്കണം. ഞാൻ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇവിടെ ക്രോച്ച് ഏരിയയുടെ ഭാഗത്താണ് 2 ഇഞ്ചിന് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ആ ലെവൽ ചെയ്ത് പോകും.
ഓക്കെ, നമ്മൾ പാൻറ് വെട്ടിക്കഴിഞ്ഞു. സിഗരറ്റ് പാൻറ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്. ഓക്കെ, ബാക്ക് പീസാണ് ഇത്, ഫ്രണ്ട് പീസ്. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.